അതൊരു കല്യാണ മണ്ഡപമായിരുന്നു. സിദ്ധാർത്ഥവും വൈഷ്ണവിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ആ കല്യാണപ്പന്തൽ മുഴുവൻ നല്ല തിരക്കും ബഹളവുമായിരുന്നു. മെറൂൺ കളർ ലഹങ്കയിൽ ഫുൾ സ്റ്റോൺ വർക്കുകൾ തിളങ്ങുന്ന ആ ഡ്രസ്സിൽ സുന്ദരിയായി ഒരു പെൺകുട്ടി അവിടെ നിന്നിരുന്നു. അവൾ ഒരു കൈയിൽ ചെണ്ടുമല്ലിപ്പൂക്കളും മറുകൈയിൽ റോസാപ്പൂക്കളുമുള്ള പ്ലേറ്റുകൾ പിടിച്ചുകൊണ്ട് ഒരു മാൻപേടയെ പോലെ തുള്ളിച്ചാടി തിരക്കിലും സംസാരത്തിലും മുഴുകിയിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ നടന്നു പോവുകയാണ്. വേഗത കുറക്കാൻ റോഡിൽ ഇടിച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കുകൾ പോലെ ഇടയ്ക്കിടെ വഴി തടസ്സമായി നിൽക്കുന്ന ബന്ധുക്കളെ ഒഴിഞ്ഞു മാറി പോകുക എന്നത് തന്നെ അവൾക്കൊരു വലിയ ടാസ്ക്കായിരുന്നു. അതുമാത്രമല്ല, തൻ്റെ കയ്യിലിരിക്കുന്ന പ്ലേറ്റുകൾ താഴെ വീണു പോവാതെ നോക്കുക എന്നത് അതിലും വലിയൊരു ടാസ്ക്കായി മാറി. നീ ഇങ്ങനെ അത്രയ്ക്ക് പത്രാസോടെ നടന്നു പോകുന്നത് ഞങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് പോലെ ആരോ പെട്ടെന്ന് വന്ന് അവളെ വന്ന് ശക്തിയായി ഇടിച്ചു. അതോടെ അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റുകൾ ഒറ്റയടിക്ക് വായുവിലേക്ക് തെറിച്ചുപോയി. പെട്ടെന്നുള്ള ആ ഞെട്ടലിൽ അവൾ ഉച്ചത്തിൽ ഏയ് എന്ന് നിലവിളിച്ചു. എന്നാൽ അവളുടെ ആ നിലവിളി വായുവിൽ അടങ്ങുന്നതിന് മുമ്പ് തന്നെ അതേ ശബ്ദത്തിൽ മറ്റൊരാളും ഏയ് എന്ന് ഒച്ചവെച്ചു. രണ്ട് നിലവിളികളും ഒരുമിച്ച് വായുവിൽ മുഴങ്ങിക്കേട്ടു. അവർ പരസ്പരം ഇടിച്ചതും ആ പെൺകുട്ടി വീണു പോകുമോ എന്ന ഭയത്താൽ അവനൊട്ടും സമയം കളയാതെ അവളുടെ അരയിലൂടെ കൈ ചേർത്ത് പിടിച്ച് അവളെ താങ്ങി നിർത്തി. അവളെ അബദ്ധത്തിൽ വന്ന് ഇടിച്ച ശക്തിയായിരുന്നു അവൻ. കൃത്യം അതേ സമയത്ത് കാറ്റിൽ പറന്നുയർന്ന പൂക്കൾ ഒരു മഴ പോലെ അവർ രണ്ടുപേരുടെയും മേൽ പെയ്തിറങ്ങി. ആ പൂമഴയേക്കാൾ സുന്ദരവും കോമളവുമായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് അവൻ എല്ലാം മറന്ന് ആകെ സ്പന്ദനായിപ്പോയി. കൺകോളുകളിൽ ഒരു ചെറിയുടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്കും ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി. വീതിയുള്ള നെറ്റിയും ആകർഷകമായ മീശയും അതിന് ചേരുന്ന നേർത്ത താടിയുമൊക്കെയായി അവൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മോ, ഇതാരാണാവോ? ഒറ്റ നോട്ടം കൊണ്ട് പെൺപിള്ളേരെയെല്ലാം വീഴ്ത്താനുള്ള ടാലൻറ്റ് പുള്ളിക്കാരനുണ്ടല്ലോ എന്നവൾ മനസ്സിൽ വിചാരിച്ചു. തുടർന്നവൾ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചു. തേനൂർന്നത് പോലെയുള്ള അവളുടെ ആ മധുര ശബ്ദം കേട്ടതും അവൻ്റെ നേർത്ത ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ വളരെ ക്യൂട്ടായി. പറയൂ എന്ന് ചോദിച്ചു. അതിനവൾ മനസ്സിൽ വിചാരിച്ചു, എന്തു പറയാം, നിന്റെ തഴമ്പിച്ച കൈകൾക്കിടയിൽ നിന്ന് എൻ്റെ ഉടുപ്പും ചതഞ്ഞു പോവുകയാണ്. ആദ്യം അവിടെയൊന്ന് കൈവിടാമോ? എന്നിട്ട് പുറത്തേക്ക് അവൾ പറഞ്ഞു, എന്നെ വീഴാതെ പിടിച്ചതിന് ഒത്തിരി താങ്ക്സ്. പക്ഷേ സ്വന്തം കാലിൽ നിന്ന് നേരെ നിൽക്കാൻ എൻ്റെ കാലുകൾ കൊതിക്കുന്നുണ്ട്. ദയവായി എനിക്കതിന് അനുവാദം തന്ന് എന്നെ ഒന്ന് വിടുമോ? അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൻ പൂർണ്ണമായും ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അവൻ പെട്ടെന്ന് അവളെ നേരെ നിർത്തി. അവൻ അവളെ വീഴാതെ പിടിച്ചു നിർത്തി. ആദ്യത്തെ തവണയാണോ എന്നവൾ ചോദിച്ചു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ അവൻ നോക്കി. ഇതേ പെൺകുട്ടിയെ കാണുന്നത് ആദ്യത്തെ തവണയാണോ എന്നാണ് അവൾ ചോദിച്ചത്. ഏയ് അല്ല, നിങ്ങളെപ്പോലൊരു കുട്ടിയെ കാണുന്നത് ഇതാദ്യമായാണ്, അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ഓ അങ്ങനെയോ? അതെയോ സാറേ. ഈ അടുത്തൊന്നും പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും വളർച്ച ബാധിച്ച നാട്ടിൽ നിന്ന് ഒലിച്ചു വന്നതാണോ? ഈയിടെയായി പെൺകുട്ടികളാരും എന്നെപ്പോലെ ഇത്ര പാവത്തന്മാരെ ഇരിക്കാറില്ല. നിങ്ങളിങ്ങനെ ലോകം മൊത്തം മറന്ന് നോക്കി നിന്നാൽ ആളുകൾ കണ്ണടിച്ചു കാണിച്ച് വളച്ചെടുക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കും. എന്തായാലും ഒരു ഷിംല ആപ്പിൾ പോലെ തിളങ്ങി നിൽക്കുന്ന എന്നെ ആർക്കെങ്കിലും കടിച്ചു തിന്നാൻ തോന്നിയേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് ചെറിയൊരു താക്കിയത് പോലെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോകുന്ന ആ കുട്ടിയെ നോക്കി എന്തൊരു ഭ്രാന്തിപ്പെണ് എന്നാൻ സ്വയം വിചാരിച്ചു. മുഖം ഒതുക്കി മുറിയിലേക്ക് വന്ന ആ പെൺകുട്ടിയെ നോക്കി അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ ചോദിച്ചു, എന്താടി മുഖം ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ കല്യാണപ്പണികൾ ചെയ്ത് നീ തളർന്നതാണോ? ഏയ് അതൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ച് ഏതൊരു മഹാൻ നോക്കാതെ വന്ന് എന്നെ ഇടിച്ചു. ഞാൻ വീഴാതെ അവൻ എന്നെ പിടിച്ചെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴെ പോയി. അതോടെ എൻ്റെ മൂഡ് മൊത്തം ഓഫായി, അവൾ പറഞ്ഞു. ഇതൊന്നുമല്ല കാര്യം. നിന്റെ ചേച്ചിയുടെ കല്യാണം തന്നെ ഒരുപാട് വൈകിപ്പോയി. നീയാണെങ്കിൽ വേഗം കഴിക്കണം കേട്ടോ മോളെ. അങ്ങനെയെങ്കിൽ ഇപ്പോഴേ നിന്റെ പുറകെ നടക്കുന്ന പിള്ളേരെ ഞങ്ങൾക്കും കാണാമല്ലോ എന്നൊരു കൂട്ടുകാരെ കുസൃതിയോടെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും കല്യാണം കഴിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ എന്നെ കല്യാണം കഴിക്കുന്ന ആ രാജകുമാരൻ എൻ്റെ കണ്ണിൽ പെടണ്ടേ? നിങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു മണ്ടനായിരിക്കില്ല ഞാൻ കെട്ടുക. ഒരു ഭർത്താവായാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ തന്നെ കെട്ടണം എന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള ആളായിരിക്കണം അവൻ. അവന് പ്രത്യേകമായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥന അല്പം ഗമയോടെ പറഞ്ഞു. അമ്മോ, ഇതെന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്ന് കൂട്ടുകാരികൾ നീട്ടിപ്പാടി ചോദിച്ചു. ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രാർത്ഥന കുറച്ചു നേരം ആലോചിച്ചു. എന്തോ ഇതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ അത്ര കാര്യമായി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇനി മുതൽ നന്നായി ആലോചിച്ച് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് തന്നെ
എൻ്റെ കല്യാണം കഴിപ്പിക്കും. അതും ഇപ്പോൾ തന്നെയല്ല, അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വെറുതെ ബഹളം വെക്കേണ്ട. ആദ്യം എനിക്ക് എൻ്റെ ജീവിതം നന്നായി ആസ്വദിക്കണം എന്ന് കസേരയിലേക്ക് പിന്നോട്ട് ചാരിയിരുന്ന് രണ്ട് കൈകളും തലക്ക് പിന്നിൽ വെച്ച് കൂട്ടുകാരികളെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ പ്രാർത്ഥന പറഞ്ഞു. അപ്പോഴാണ് പരിഭ്രമത്തോടെ കാവേരിയമ്മ ആ മുറിയിലേക്ക് വന്നത്. എന്താ ഇവിടെ ഇത്ര ബഹളം? ഒന്നിനു പുറകെ ഒന്നായി രണ്ട് കല്യാണങ്ങൾ. നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി പറഞ്ഞെങ്കിൽ ഞാൻ നന്നായി ഒരുങ്ങിയിരിക്കില്ലേ? എന്താണാവും ഇരുവരുടെയൊക്കെ ഓരോ രീതികൾ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചവർ ആദ്യം ഒരു സാരി എടുത്ത് പെട്ടെന്ന് റെഡിയായി. അമ്മളുടെ കയ്യിൽ ഒരു സാരിയും അതിനു മുകളിൽ കുറച്ച് ആഭരണങ്ങളും വെച്ചു കൊടുത്തു. അവയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നന്നായിട്ടല്ലേ ഒരുങ്ങിയിരിക്കുന്നത്? പിന്നെന്തിനാ അമ്മയത്? പോരാത്തത് ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഇടാനെടുത്ത ഡ്രസ്സും ഇതാണ്. വീണ്ടും അതൊക്കെ മാറ്റി ഈ സാരി ഉടുക്കുന്നത് എന്തിനാ? എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ സാരി ഉടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല അമ്മേ, പ്ലീസ് എന്നവൾ അപേക്ഷിച്ചു. വായ അടച്ചു വെക്കടി എന്ന് പറഞ്ഞ അമ്മ അവളുടെ തലയിൽ ചെറുതായി ഒന്ന് കൊട്ടി. കല്യാണത്തിന് ആരെങ്കിലും ലഹങ്കയും മുട്ടോണ്ടാണ് ഇരിക്കുന്നത്? ഭംഗിയായി സാരി ഉടുത്ത് വേണം ഇരിക്കാൻ എന്ന് കാവേരി അമ്മ പറഞ്ഞു. അമ്മ കൊട്ടിയ ഭാഗത്ത് കൈകൊണ്ട് തടവിക്കൊണ്ട് പ്രാർത്ഥന കൊഞ്ചലോടെ പറഞ്ഞു, അമ്മേ, എൻ്റെ കല്യാണത്തിന് ഞാൻ സാരി എടുത്തോളാം. ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ എന്തിനാ സാരി എടുക്കുന്നത്? എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവളുടെ മുഖത്തേക്ക് നോക്കി ഭംഗിക്കൊണ്ട് കണ്ണു തട്ടാതിരിക്കാൻ വിരലുകൾ ഞൊടിച്ചുകൊണ്ട് അമ്മ പെട്ടെന്ന് ആ ബോംബ് പൊട്ടിച്ചു. അയ്യോ, എൻ്റെ പാവം കുട്ടി, ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ ചേച്ചിയുടെ കല്യാണം മാത്രമല്ല, നിന്റെ കല്യാണം കൂടിയാണ്. എന്താ അമ്മ ഈ പറയുന്നത്? എന്നെ കളിയാക്കാൻ ഒടുവിൽ അമ്മയ്ക്ക് ഈ സമയം കിട്ടിയുള്ളൂല്ലേ? ഇത്രയും തിരക്കിനിടയിലും എന്നോട് തമാശ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പ്രാർത്ഥന അത് വളരെ ലഘുവായി എടുത്തുകൊണ്ട് ചോദിച്ചു. തമാശയോ? ഞാൻ പറയുന്നത് സത്യമാണ്. ഇനിയും 1 മണിക്കൂറിനുള്ളിൽ ചേച്ചിയോടൊപ്പം നിന്റെ കല്യാണവും നടക്കാൻ പോവുകയാണ്. കല്യാണച്ചക്കൻ വേറെ ആരുമല്ല, ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ തന്നെയാണ്. കാവേരി അമ്മ അത് പറഞ്ഞതും അവൾക്ക് കാൽക്കയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. എന്താ അമ്മ ഈ പറയുന്നത്? പെട്ടെന്ന് ഈ കല്യാണം വെക്കാൻ നിങ്ങൾക്ക് വട്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അങ്ങനെയല്ല മോളെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞവർ എന്തോ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നടക്കുന്നൊന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന വൈഷ്ണവിയെ കാവേരി കണ്ടത്. അതോടെ കാവേരി അമ്മ തൻ്റെ സംസാരം പകുതിക്ക് വെച്ച് നിർത്തി. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാതെ ചെറുതാൻ ചിരിച്ചുകൊണ്ട്, നിങ്ങൾ വൈഷ്ണവി ഒരുക്കൂ, ഞാൻ ദാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മേ, എങ്ങോട്ടാ എന്ന് വൈഷ്ണവി വിളിച്ച് ചോദിച്ചെങ്കിലും അവർ ഒരു മറുപടിയും നൽകിയില്ല. അതോടെ വൈഷ്ണവി എഴുന്നേറ്റ് അവർക്ക് പുറകെ പോകാനായി. എന്നാൽ കൂടെയുള്ള സുഹൃത്തുക്കൾ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനൊരു കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ നീ പുറത്തേക്ക് പോകാൻ പാടില്ല. ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ല. അവർ ദാ ഇപ്പോൾ തിരിച്ചു വരും, നീ വിഷമിക്കാതിരിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വൈഷ്ണവി വല്ലാത്തൊരു ആശങ്കയോടെ അവിടെ തന്നെ ഇരുന്നു. ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷം കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് വളരെ ഭാരമേറിയ മനസ്സോടെ പ്രാർത്ഥന റൂമിലേക്ക് തിരിച്ചെത്തി. അവൾ വന്നതും വൈഷ്ണവി വല്ലാതെ പരിഭ്രാന്തയോടെ ഓടിച്ചെന്ന്, പ്രാർത്ഥന, എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുറത്തുനിന്ന് പൂജാരി വന്നിട്ടുണ്ട്, എല്ലാവരോടും അങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പേർ അങ്ങോട്ട് വന്നു. അത് കേട്ടതും, ചേച്ചി നീ അങ്ങോട്ട് ചെല്ലിയെന്ന് പറഞ്ഞ് അവൾ വൈഷ്ണവി അടുത്തേക്ക് അയച്ചു. വൈഷ്ണവി പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന സാരിയിലേക്കും ആഭരണങ്ങളിലേക്കും ഒരു തരം വിരക്തിയോടെ നോക്കി അവൾ തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തു. ആ ചെക്കന് നിന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും അവൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടത്രേ. അവരുടെ വീട്ടുകാരും ഇതേ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ 2 പേരുടെയും കല്യാണം നടത്തണമെന്നാണ് പറയുന്നത്. നിന്റെ കല്യാണം കാരണം ചേച്ചിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് ആലോചിച്ചെങ്കിലും നിന്റെ അച്ഛൻ ഒടുവിൽ സമ്മതിച്ചു. നിനക്കറിയാമല്ലോ ചേച്ചിക്ക് എത്ര ആലോചനകൾ വന്നിട്ടാണ് മുടങ്ങിപ്പോയതെന്ന്. ഇപ്പോൾ ഈ കല്യാണത്തിനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കരുതി നിന്റെ ജീവിതം ബലി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ബലിയെന്നൊന്നും വിചാരിക്കേണ്ട കാര്യവുമില്ല. ആ ചക്കൻ നന്നായി പഠിച്ചതാണ്, ഫോറിനിൽ ഡോക്ടറാണ്. ചേട്ടൻ്റെ കല്യാണത്തിന് വന്ന സമയത്ത് അവൻ്റെ കല്യാണം കൂടി നടത്തിക്കളയാമെന്ന് വീട്ടുകാർ ഒരുപാട് നോക്കിയതാണ്. പക്ഷെ അവൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ളവനാണ് നിന്നെ കണ്ടയുടനെ കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒട്ടും സമയം കളയാതെ ഉടനെ തന്നെ കല്യാണം നടത്താമോ എന്ന് അവർ നമ്മളോട് ചോദിച്ചു.
മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്കും നമ്മുടെ കല്യാണം വേഗം നടത്തണമെന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞ് കാവേരി അമ്മ മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കണ്ടയുടനെ ഇഷ്ടപ്പെടാൻ കല്യാണം കഴിക്കാം എന്ന് എന്നോട് പറയണമായിരുന്നു. ആലോചിക്കാൻ കുറച്ചുകൂടി സമയം തരണമായിരുന്നു. അല്ലാതെ ചേച്ചിയുടെ കല്യാണവുമായി ഇതിനെ മുടിപ്പിച്ചിട്ട് എന്നെ ഇങ്ങനെ ബലിമുറമാക്കാൻ നോക്കുകയാണ്. അയാൾ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. മറ്റൊരാളുടെ മനസ്സ് വെച്ച് കളിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? ചത്താലും ഇവനെ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച പ്രാർത്ഥന ആ കാര്യം മാത്രം പുറത്തു പറയാൻ അവൾക്ക് പറ്റിയില്ല. അതിന് കാരണം അവളുടെ ചേച്ചിയായിരുന്നു. ജാതകത്തിൽ ചെറിയൊരു ദോഷമുള്ളത് കൊണ്ട് വേറെ ഏത് ജാതകവുമായി നോക്കിയാലും മേച്ചാവില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ആലോചനകൾ വന്ന് മുടങ്ങിപ്പോയതിനു ശേഷമാണ് ഈ ആലോചന വന്നത്. രണ്ടുപേരുടെയും ജാതകം പെർഫെക്റ്റായി മാച്ച് ആയതുകൊണ്ട് ശുഭമായി എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള തൻ്റെ കല്യാണത്തിൽ തൻ്റെ കാരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ചേച്ചിയുടെ ജീവിതത്തിന് തന്നെ ഒരു തടസ്സമായി മാറുമോ എന്ന് പ്രാർത്ഥന ഭയന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നിങ്ങളുടെ ഇഷ്ടം പോലെ അമ്മേ എന്നവൾ സമ്മതിച്ചു. ആ വാക്ക് കേട്ടപ്പോൾ അമ്മക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അമ്മ എന്ന് നെടുവീർപ്പിട്ടു. നീ സമ്മതിച്ചതിൽ വലിയ സന്തോഷം മോളെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ ജീവിതം വളരെ നന്നായിരിക്കും. നീ പോയി വേഗം റെഡിയാവും എന്ന് അമ്മ പറഞ്ഞു. അതോടെ മനസ്സ് മടുത്ത് റെഡിയാകാൻ വേണ്ടി പ്രാർത്ഥന ഉള്ളിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി മണവാളൻ്റെ അടുത്തിരുത്തി. അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കണം എന്ന് പോലും അവൾക്ക് തോന്നിയില്ല. ഉള്ളിൽ എന്തെന്നില്ലാത്ത ദേഷ്യവും ഉറപ്പും പുകയുമായിരുന്നു. പൂജാരി പറയുന്ന കാര്യങ്ങൾ ഒരു റോബോട്ടിനെ പോലെ യാന്ത്രികമായി അവൾ ചെയ്തു പോന്നു എന്നല്ലാതെ അവൾക്കതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലായിരുന്നു. തനിക്കൊരു കല്യാണം നടക്കുന്നൊരു ഫീലിംഗ് പോലും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അവിടെ ഇരുന്നത്. ബാബു താലി ചാർത്തു എന്ന് പറഞ്ഞതും അവൻ താലി കയ്യിലെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങി. അതൊട്ടും സഹിക്കാൻ കഴിയാതെ തൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ പുറത്തു ചാടാതിരിക്കാൻ അവൾ കണ്ണുകൾ ശക്തിയായി പൂട്ടി. വല്ലാത്തൊരു വേദനയോടെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. തൻ്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് അവൾ തല കുനിച്ച് മറ്റൊരാളെ കൊണ്ട് താലി കെട്ടിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ ബന്ധത്തിലേക്ക് അവൾ കഷ്ടപ്പെട്ട് കാലുവെച്ചു. യാത്രയപ്പ് സമയത്ത് ചേച്ചി തൻ്റെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവൾ മാത്രം ഒരു ജീവനില്ലാത്ത പ്രതിമയെപ്പോലെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തനിക്ക് കല്യാണം കഴിഞ്ഞ് മാതാപിതാക്കളെ പിരിഞ്ഞു പോകേണ്ടി വരുന്ന വിഷമം കൊണ്ടാണോ, അതോ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിവാഹബന്ധത്തിൽ നിർബന്ധപൂർവ്വം കുടുങ്ങിപ്പോയതിൻ്റെ സങ്കടം കൊണ്ടാണോ, അത് അവളുടെ മനസ്സിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എല്ലാവരും വന്ന് കാറിൽ കയറി. പ്രാർത്ഥനയും വന്ന് കാറിലിരുന്നു. തൻ്റെ സാരിത്തുമ്പ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലും ശ്രദ്ധിക്കാനാവാത്ത വിധം അവൾ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ടവരും ചെറുതായെന്ന് പുഞ്ചിരിച്ച് ആ സാരിത്തുമ്പെടുത്ത് അവളുടെ മടിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പതുക്കെ ചോദിച്ചു, കുറച്ചുകൂടി ഉള്ളിലേക്ക് നീങ്ങിയിരിക്കാമോ? ആ മധുരമുള്ള ശബ്ദം കേട്ടിട്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. അവൾ മിണ്ടാതെ കുറച്ചുകൂടി വശത്തേക്ക് നീങ്ങിയിരുന്നു അവന് ഇരിക്കാൻ സ്ഥലം നൽകി. അവൾ നീങ്ങിയിരുന്നത് കണ്ട് സന്തോഷം തോന്നി വരും അവളുടെ തൊട്ടടുത്തിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു 2 മണിക്കൂർ മുമ്പ് മാത്രം താൻ ശ്രദ്ധിക്കാതെ പോയി അബദ്ധത്തിൽ തട്ടിയ ആ പെൺകുട്ടി ഇപ്പോൾ തൻ്റെ ഭാര്യയായി തൊട്ടടുത്തിരിക്കുന്നുവെന്നും ഇനി ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം ഉണ്ടാകും എന്നുമുള്ള ആലോചന പോലും അവനിൽ വലിയൊരു ആനന്ദം നിറക്കുകയായിരുന്നു. അവനതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഒരു പക്ഷേ ഇങ്ങനെയൊരു വിചിത്രമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ മാത്രമേ നടന്നിട്ടുണ്ടാകൂ എന്ന് അവൻ ഉള്ളിൽ കരുതി. അവൻ്റെ സ്പർശനം പോലും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കണ്ട ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് കല്യാണാലോചനയുമായി വരുന്ന ഇവനെയൊക്കെ എന്ത് പറയാനാ? കുറഞ്ഞ പക്ഷം ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇവനില്ലല്ലോ. ഷടാ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ അവനിൽ നിന്ന് നീങ്ങിയിരുന്നു. വീട്ടിലെത്തി ഗൃഹപ്രവേശനവും പൂജയൊക്കെ കഴിഞ്ഞ് ചേച്ചിക്കും അനിയത്തിക്കും കൂടെ വിശ്രമിക്കാൻ ഒരു മുറി കൊടുത്തിട്ട് അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ക്ഷീണത്തോടെ വന്ന് അവിടുത്തെ കട്ടിലിലേക്ക് തളർന്നിരുന്ന പ്രാർത്ഥനയെ നോക്കി വൈഷ്ണവി ചോദിച്ചു, നീ എന്തിനാടി അങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് വേണ്ടിയാണോ? ഇതൊക്കെ നിന്നെ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് സമ്മതിച്ചതാണോ? കൺകോടുകളിൽ കണ്ണീരുമായി നിൽക്കുന്ന അനിയത്തെ ചേർത്ത് പിടിച്ച് വൈഷ്ണവി സ്നേഹത്തോടെ ചോദിച്ചു. പ്രാർത്ഥന അവളുടെ കണ്ണെ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അല്ല ചേച്ചി, എന്നെ ആരും നിർബന്ധിച്ചതൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം കഴിച്ചത്. എനിക്ക് ചേച്ചിയെ പിരിഞ്ഞു ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. 2 സഹോദരിമാർ ഒരേ വീട്ടിലേക്ക് തന്നെ മരുമക്കളായി വരിക എന്നത് എത്ര പേർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഞാൻ ജനിച്ചതു മുതൽ എൻ്റെ കൂടെ തണലായി നിന്നത് ചേച്ചിയാണ്. ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാലും ചേച്ചി എവിടെ ഉണ്ടാകുമല്ലോ. അപ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല.
ഇത് കേട്ട് വൈഷ്ണവി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു, നീ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടുപോകുമോ എന്ന് ഞാൻ പേടിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. നീ എടുത്തത് വളരെ നല്ല തീരുമാനമാണ്. വരുൺ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ അനിയനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ നീ അവൻ്റെ ഭാര്യയായി വന്നാൽ കൊള്ളാമെന്ന്. ആ നിമിഷം ദൈവം അനുഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രാർത്ഥന മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ എനിക്കൊട്ടും സന്തോഷമില്ല ചേച്ചി. വരുൺ എനിക്ക് പറ്റിയ ആളല്ല. നീ വിചാരിക്കുന്നത് പോലെ അയാൾ അത്ര നല്ലവനല്ല. ഭയങ്കര സ്വാർത്ഥനാണ്. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം നടന്നാൽ മതി. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് കരുതുന്ന അത്രയും സ്വാർത്ഥനായ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളെ കൂടുതൽ കാലം ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. ഇയാളെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാനും എനിക്കാവില്ല എന്ന് പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചു. അടുത്ത ദിവസം ഒരു ചടങ്ങിനായി പെൺവീട്ടുകാരുടെ അടുത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് എല്ലാവരും വേഗം തന്നെ ഒരുങ്ങുകയായിരുന്നു. പ്രാർത്ഥനയും വൈഷ്ണവിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് വിളി വന്നത്. വൈഷ്ണവി, ഒരുങ്ങിക്കഴിഞ്ഞു? ദാ വരുന്നുണ്ട്. പ്രാർത്ഥന, നീ വേഗം ഒരുങ്ങി വാ. ദാ അമ്മച്ചി വിളിക്കുന്നു. ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വൈഷ്ണവി ധൃതിയിൽ പുറത്തേക്ക് പോയി. പോകുന്നവരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചു, എന്തൊരു ഫോർമാലിറ്റികളാണ് ഇതൊക്കെ. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണെങ്കിൽ ശരി, ഇതിപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ കെട്ടിയ സ്ഥിതിക്ക് ഇതൊക്കെ ഓരോന്നായി അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് വിചാരിച്ചുകൊണ്ട് അവൾ ഒരുങ്ങാൻ തുടങ്ങി. എല്ലാവരും പോകാനായി റെഡിയായി കഴിഞ്ഞു. പക്ഷേ പ്രാർത്ഥന മാത്രം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അശുഭമുഹൂർത്തം വരാറായി, നീ ഒന്ന് പോയി നോക്കുമോളെ. അത് കേട്ടയുടൻ, നിങ്ങൾ ഇവിടെ നിൽക്കൂ ഏട്ടത്തി, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വരുൺ മുന്നോട്ട് നടന്നു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. അവൾ എൻ്റെ ഭാര്യയല്ലേ എന്ന ചിന്തയായിരുന്നു വരുണിൻ്റെ മനസ്സിൽ. അവൻ വാതിലിൽ ചെന്ന് മുട്ടി. അവൻ വരുന്നുണ്ടെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതാ വരുന്നെന്ന് പറഞ്ഞ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതോടെ അവൻ മുറിക്കുള്ളിലേക്ക് കയറി. അവിടെ അവൾ ഒരു ഭംഗിയുള്ള പട്ടുസാരിയൊക്കെ എടുത്ത് തലമുടി മനോഹരമായി മുടഞ്ഞ് അതിൽ നിറയെ പൂക്കളും ചൂടി അസൽ ഒരു നാടൻ പെൺകുട്ടിയെ പോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു. അവൾക്ക് കഴുത്തിൽ മാലയിടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണിത്, ഈ കൊളുത്ത് നേരെ വീഴുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുകയല്ലേ എന്നവൾ മനസ്സിൽ വിചാരിച്ചു. ചേച്ചി, വേഗം വന്നിതൊന്ന് ശരിയാക്കാൻ സഹായിക്കും. ഞാൻ വേഗം പുറത്തേക്ക് ചെന്നില്ലെങ്കിൽ ചെറിയ മരുമകൾക്ക് അഹങ്കാരം കൂടുതലായെന്ന് അവർ പറഞ്ഞുണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ അമ്മായിയമ്മയെന്നോ മറ്റോ നോക്കില്ല, എൻ്റെ ശൈലിയിൽ അങ്ങോട്ട് കൊടുക്കും എന്ന് സ്വയം പെറുപുറത്തു. അത് കണ്ട് അയാൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് രണ്ടടി മുന്നോട്ട് വെച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന നെക്ലസ് മാല സ്വന്തം കയ്യിലേക്ക് വാങ്ങി. ആ സ്പർശനം അവൾക്ക് അല്പം വിചിത്രമായി തോന്നിയെങ്കിലും ഏതോ ചിന്തയിലായിരുന്നത് കൊണ്ട് പ്രാർത്ഥന അത് അത്ര കാര്യമാക്കിയില്ല. അയാളുടെ വിരൽത്തുമ്പുകൾ അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ചെറുതായിട്ടൊരു തരിപ്പ് തോന്നി. അമ്പാ, എന്താ ചേച്ചി ഇത്? ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ശീലമില്ലാത്തതുപോലെ ഇത്രയും സമയമെടുക്കുന്നത്? വേഗം വെക്ക്, എനിക്ക് കിരികിരുക്കുന്നു എന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ ആ ചിരി കണ്ട് വരുൺ ഉള്ളാലെ ഒരുപാട് സന്തോഷിച്ചു. ഉക്കിട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവന് പറഞ്ഞു. ആ ശബ്ദം കേട്ട് പ്രാർത്ഥന ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന വരുണിനെയാണ് കണ്ടത്. നിങ്ങൾ എപ്പോഴാ വന്നത്? ഒരു തരം മടുപ്പോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. നീ ആ ഹുക്ക് വെക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വന്നത്, അവൻ പറഞ്ഞു. വന്നെന്നാണെങ്കിൽ വന്ന കാര്യം എന്നോട് പറയണമായിരുന്നില്ലേ? ഞാൻ എൻ്റെ ചേച്ചിയാണെന്ന് കരുതിയാണ് സഹായം ചോദിച്ചത്. അത് നിങ്ങൾ വിചാരിച്ചതുപോലെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഇതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ്? ഞാൻ മറ്റേതെങ്കിലും പെൺകുട്ടിയെ സഹായിച്ചതല്ലല്ലോ, എൻ്റെ സ്വന്തം ഭാര്യയെ തന്നെയല്ലേ സഹായിച്ചത്. മറ്റുള്ള പെൺകുട്ടികളെ സഹായിച്ചാൽ പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തം ഭാര്യയെ സഹായിച്ചാലും ഇത്രയും ദേഷ്യം വരുമെന്ന് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ കുസൃതിയോടെ പറഞ്ഞു. അത് കേൾക്കിട്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്തോ മനസ്സറിഞ്ഞ് ഇയാളെ ഇഷ്ടപ്പെട്ട് ഇയാൾ തന്നെ വേണമെന്ന് വാശി പിടിച്ച് പന്തലിട്ട് കല്യാണം കഴിച്ച രീതിയിലാണല്ലോ ഈ വേസ്റ്റ് ഫെല്ലോ സംസാരിക്കുന്നത് എന്നവൾ മനസ്സിൽ വിചാരിച്ചു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് മാത്രമല്ല, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ദേഷ്യം വരും. അതിന് കാരണക്കാരവരെ കൊന്നു കളയാൻ തോന്നുന്ന ദേഷ്യം വരും. അതുകൊണ്ട് നിങ്ങളുടെ പരിധിയിൽ നിൽക്കും. വെറുതെ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. സത്യമാണോ? നിനക്ക് ശരിക്കും അത്രക്കും ദേഷ്യം വരുമോ? ശരി, എങ്കിലിപ്പോൾ ഞാൻ നിന്റെ അനുവാദമില്ലാതെ അതിൽ കടന്ന് എന്തെങ്കിലും ചെയ്താൽ നീ എന്താണ് ചെയ്യുക? എന്തും ചെയ്യും. ആ നിമിഷം എനിക്ക് എന്താണോ തോന്നുന്നത് ഞാൻ അത് ചെയ്യും, അവൾ വാശിയോടെ പറഞ്ഞു.
ശരി, എന്നാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞവൾ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്തു. ഏയ്, എന്താ ഇത്? എന്തിനാ എന്നെ എടുത്തത്? എന്നെ താഴെ ഇറക്ക്, അവൾ ഉറക്കെ വിളിച്ചു. മിണ്ടാതിരിക്കും, ഉറക്കെ വച്ച വെക്കല്ലേ. പുറത്ത് നമുക്കായി കാത്തു നിൽക്കുന്നവർ ഞാൻ അകത്ത് വെച്ച് എന്തോ അരുതാത്ത പണി ചെയ്തുകൊണ്ടാണ് നീ ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് വെറുതെ തെറ്റിദ്ധരിക്കും. ഞാൻ നിന്നെ എടുത്തുയർത്തത് നിനക്കത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നീ പറഞ്ഞില്ലേ. നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനും ഒന്ന് കാണട്ടെ. ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ മാനം കെടുത്തും, അവൾ അവനെ ഭീഷണിപ്പെടുത്തി. അത് കേട്ടവൻ ചുണ്ടിലൊരു വക്രശ്ശേരിയോടെ പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനം പോകാൻ ഞാനാരും അറിയാത്ത ഏതോ ഒരു പെണ്ണിനെയല്ല എടുത്തുയർത്തിയത്, താലി കെട്ടിയ എൻ്റെ സ്വന്തം ഭാര്യയെയോ. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി നീ ബഹളം വെക്കാൻ തന്നെ ഭാവിക്കുന്നെങ്കിൽ നിന്റെ വായടിപ്പിക്കാൻ എൻ്റെ ചുണ്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കാര്യങ്ങൾ എൻ്റെ കൈവിട്ടു പോയാൽ രാത്രി നടക്കേണ്ട അതിരാത്രി ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നടക്കും. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ നീ ധൈര്യമായിട്ട് ബഹളം വെച്ചോ. അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. പേടിയോടെ അവൾ സ്വന്തം കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. അത് കണ്ടപ്പോൾ അവൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്കായി പുറത്ത് ടെൻഷനോടെ കാത്തു നിൽക്കുന്നവർ ഇരുവരും ഒന്നിച്ചു വരുന്നത് കണ്ട് ഉള്ളിൽ ചിരിച്ചു. വൈഷ്ണവി മാത്രം ദേഷ്യത്തോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു: ഇവനെന്തൊരു മനുഷ്യനാണ്. ഒരുമിച്ച് താമസം പോലും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ തീ കോരുകയാണല്ലോ. പിന്നെ എന്നെ എടുക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ രാത്രി എടുക്കാമായിരുന്നില്ലേ? ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. വീടെത്തുന്നത് വരെ നീ ഇങ്ങനെ തന്നെ അവളെയും താങ്ങിപ്പിടിച്ച് നടക്കാനാണോ ഭാവം? അതോ നിന്റെ ചെറിയമതിയെ താഴെ ഇറക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? അതിന് വരുൺ തൻ്റെ കൈകളിലിരിക്കുന്ന പ്രാർത്ഥനയെ നോക്കി കള്ളച്ചിരിയോടെ കണ്ണു ചുമ്പി പറഞ്ഞു. അണ്ണ, അവൾക്ക് കാലുളക്കി നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അത്രയേ ഉള്ളൂ. കാലിരുത്താൻ വേണ്ടിയാ ഞാൻ ഇവിടെ ഇങ്ങോട്ട് ചുമന്നു കൊണ്ടുവന്നത്. അല്ലാതെ വീട് വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലപ്പാ. അത് കേട്ട് പ്രാർത്ഥന ദേഷ്യത്തോടെ അവനെ നോക്കി ശപിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ പുല്ലേ, എനിക്ക് കാലുവേദനയാണെന്നോ? നിന്റെ കാല് 2 കഷ്ണമായി ഒടിഞ്ഞാലും തെറ്റല്ലടാ. അവരുടെ സംസാരം കേട്ട അജയ് ഒരു ചമ്മിയ ചിരിയോടെ ആ സിറ്റുവേഷൻ മാറ്റാൻ നോക്കി. നിങ്ങളുടെ അനിയത്തിക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അനിയൻ അവളെ എടുത്തത്. പക്ഷേ വൈഷ്ണവിയുടെ മുഖം വല്ലാതെ ചുളിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അതെയോ? എന്നാൽ ശരി, കാല് വഴുതി വീണ് ആ വേദന ഞാൻ വെറുതെ വരുത്തിക്കേണ്ടല്ലോ. ഞാൻ തന്നെ സ്വന്തമായി നടന്നോളാം. നിങ്ങൾ നടന്നോളും, മുമ്പോട്ട് നടന്നു. അമ്പോ, മാഡത്തിന് ദേഷ്യം കുറച്ച് കൂടുതലാണല്ലോ. ഇന്ന് രാത്രി ഇവളെ നല്ലോണം സോപ്പിട്ട് ഐസാക്കേണ്ടി വരും പോലെ ഉണ്ടല്ലോ എന്ന ജയ് മനസ്സിൽ കരുതിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. പിന്നീട് 2 പേരും തങ്ങളുടെ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. കാവേരിയമ്മ ദമ്പതികൾ അവർക്ക് ആരതി ഒഴിഞ്ഞ് സ്നേഹത്തോടെ അകത്തേക്ക് സ്വീകരിച്ചു. അതിനുശേഷം അന്ന് രാത്രി നടക്കേണ്ട ആദ്യരാത്രിയുടെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയായിരുന്നു. ദമ്പതികളെ കൊണ്ട് പൂജകൾ ചെയ്യിപ്പിച്ചു. 2 പേരെയും കൂട്ടി ആ മുറിയിലേക്ക് തള്ളിവിട്ടു. വൈഷ്ണവി ശാന്തമായി നാണത്തോടെ ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഇഷ്ടമില്ലാത്ത ഈ കല്യാണം കാരണം എന്നെ ബുദ്ധിമുട്ടിച്ച ആ മനുഷ്യൻ ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ് എന്നും പറയുമ്പോൾ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടും. അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഏത് രാത്രിയിൽ നിന്ന് ഞാൻ എങ്ങനെയാവും രക്ഷപ്പെടുക? ഏതൊരു പെൺകുട്ടിക്കും ആ കല്യാണ ശേഷമുള്ള ആദ്യത്തെ ഒത്തുചേരൽ എന്ന് ജീവിതത്തിൽ ഓർത്തു വെക്കാൻ കൊതിക്കുന്ന മനോഹരമായ ഒരു ഓർമ്മയായിരിക്കണം. പക്ഷെ എനിക്കിത് ഒരു വല്ലാത്ത പേടി സ്വപ്നമായി മാറാൻ പോവുകയാണ്. നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനും കാണട്ടെ എന്ന് വാശി പിടിച്ച് എൻ്റെ സമ്മതം പോലുമില്ലാതെ എന്നെ സ്വന്തമാക്കിയ അവൻ. അങ്ങനെയുള്ളവൻ ഇപ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് കൈവയ്ക്കില്ലെന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? കഴിഞ്ഞു. ഈ ദിവസത്തോടെ എൻ്റെ ജീവിതം പൂർണ്ണമായും തകർന്നു. മനസ്സുകൊണ്ടൊട്ടും ഇഷ്ടപ്പെടാത്തൊരു ബന്ധം എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ ഈ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ അവർ അവളെ ആ മുറിയിലേക്ക് കൊണ്ടുപോയി ഒറ്റക്കാക്കി വാതിലടച്ചു. അതോടെ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് അവൾ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അങ്ങനെ 10 മിനിറ്റോളം കടന്നുപോയി. ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന വരുൺ അവൾ അകത്തേക്ക് വന്നത് അറിഞ്ഞതേയില്ല. ആ കോൾ കട്ടായതും അവൻ ആകാശത്ത് കാണുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. എന്താണ് എല്ലാം ഇത്ര പെട്ടെന്ന്? ഒരു ബഹളത്തിനിടയിൽ പെട്ടെന്ന് നടന്നു പോയത്. അവളോടൊരു വാക്കുപോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എല്ലാം പെട്ടെന്ന് ഷടപടാന്ന് കഴിഞ്ഞു പോയിരുന്നു. അവളോട് നേരിട്ടൊരു വാക്കുപോലും സംസാരിക്കാതെയാണ് ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കിയത്. എൻ്റെ അമ്മ വന്ന് എന്നോട് ചോദിച്ചു, എന്താടാ ആ കുട്ടിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നീ അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മേ.
കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയെ തന്നെ കഴിക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ വായിൽ നിന്ന് വീണ ആ ഒരൊറ്റ വാക്ക് കാരണം അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും അവളുടെ അടുത്ത് പോയി അവളുടെ അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു. ഇഷ്ടമില്ലാതെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്നൊരു ചിന്തയിലാണ് ഞാൻ അവളോട് ചോദിക്കാതിരുന്നത്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ആലോചിച്ച് കുറച്ചു നേരം വിഷമിച്ചു നിന്നു. തെറ്റായാലും ശരിയായാലും ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയായി കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെ എനിക്ക് കിട്ടി എന്ന സന്തോഷം മനസ്സിലുണ്ടെങ്കിലും അവളുടെ മുഖത്തിൻ്റെ ഒരു കോണിൽ കാണുന്ന ആ സങ്കടം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ വിഷമം എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ആയില്ലെങ്കിലും ഭാവിയിൽ എന്നെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ എന്നെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് അവളെ മാറ്റിയെടുക്കും. അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതേ കാര്യം എനിക്ക് അവളോട് തുറന്ന് പറയണം. ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്, നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാം എന്ന് വാക്കുകൊടുത്ത് അവളെ എൻ്റെ സ്വന്തമാക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അവൻ മനസ്സിൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചു. അവിടെ അവൾ അവന് അഭിമുഖമല്ലാതെ തിരിഞ്ഞു നിന്ന് ബെഡ് ശരിയാക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവന് ശരി വന്നു. അവൻ പതുക്കെ അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ തമ്പുരാട്ടി, എന്താ ഇവിടെ പരിപാടി? അവളുടെ കഴുത്തിൽ തൻ്റെ താടി ഒന്നുരുസിയതും അവൾക്കത് ഒട്ടും സഹിച്ചില്ല. അവൾ അവൻ്റെ കൈകൾ ദേഷ്യത്തോടെ തട്ടിമാറ്റി പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് തള്ളി. എന്നിട്ടൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ്റെ കരണ കുറ്റി നോക്കി നല്ലൊരു അടി കൊടുത്തു. അതോടെ വരുൺ പതറിപ്പോയി. അവൻ ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിന്നു പോയി. അവളുടെ കണ്ണുകളിലെ ദേഷ്യം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം തോന്നി തുടങ്ങി. ഇവളെന്താ ഇങ്ങനെ ചെയ്തത്? ഇവൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന ചിന്ത പോലും അവനെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പ്രാർത്ഥന എന്നവൻ പതുക്കെ വിളിച്ചു. ആ വിളി കേട്ടതും മര്യാദക്ക് പെരുമാറണം എന്ന് പ്രാർത്ഥന ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു.